നമുക്ക് അതിഥികളിലേക്ക് പോകാം. ബൈജു കൊട്ടാരക്കര നിർമ്മാതാവ്, മായ വിശ്വനാഥ് നടി അല്പസമയത്തിനകം നമുക്ക് സ്റ്റുഡിയോയിൽ തത്സമയം ചേരും. ഒപ്പം ബിനു കിരിയത്ത് തിരക്കഥാകൃത്ത്, അനൂപ് ചന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവരെ നമ്മൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇപ്പോൾ ഉണ്ടാകുന്ന ഈ വിഴുപ്പലക്കൽ നമ്മൾ ഈ സമാനതകൾ ഇല്ലാത്ത രീതിയിലേക്ക് പോകുന്നു നമ്മൾ പറയാറുണ്ടല്ലോ, അതിനും അപ്പുറത്തേക്ക് അതിൻ്റെ പരിധി വിട്ട് പോവുകയാണോ? ഇപ്പോൾ പുറത്തേക്ക് വരുന്ന പത്രസമ്മേളനം, ഈ ദിവസം കാണുന്നതൊക്കെ നമ്മളൊക്കെ എന്താണ് വിചാരിച്ചത്? ഇതൊക്കെ കെട്ടടങ്ങും, കാരണം അമ്മയ്ക്കുള്ളിൽ അമ്മയുടെ മക്കളാണല്ലോ, അവരൊക്കെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ സംഘടനയ്ക്കുള്ളിൽ ആഭ്യന്തരമായി തീരുമല്ലോ എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ഈ സംഘടന തറപരിപാടിയിലേക്ക് പോവുകയാണ്, എല്ലാവരും അതാണ് പറയുന്നത്. ബൈജു കൊട്ടാരക്കരയ്ക്ക് എന്താണ് തോന്നുന്നത്? തറപരിപാടിയല്ല പ്രജേഷ്, വെറും തറപരിപാടിയാണെന്ന് പറയാം. കാരണം പ്രജേഷിന് ഓർമ്മ കാണും, ഈ AMMയുടെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ സമയത്ത് ഇതേപോലൊരു ചർച്ചയ്ക്ക് എന്നെ വിളിച്ചപ്പോ ഞാൻ എന്തൊരു കാര്യം പ്രജീഷിനോട് പറഞ്ഞിരുന്നു, മാതൃഭൂമി ചാനലോട് ഒന്ന് ടെലികാസ്റ്റ് ചെയ്തതുമാണ്. ഞാൻ പറഞ്ഞിരുന്നത് BJPയുടെ കൈകടത്തൽ ഈ ഇലക്ഷനിൽ AMMയിൽ കാണുന്നു, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തോടുകൂടിയാണ് ഞാനത് പറയുന്നത് പറഞ്ഞു. അന്ന് കുറെ ആൾക്കാരൊക്കെ പറഞ്ഞു അല്ലല്ല അങ്ങനല്ല, അവിടെ രാഷ്ട്രീയമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയുകയും ചെയ്തു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നുമല്ല. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഈ കുറ്റാരോപിതരായ ആളുകൾ ഇതിലേക്ക് വരാതിരിക്കാൻ വേണ്ടി മമ്മൂട്ടി, മോഹൻലാലും ഒക്കെ എല്ലാം കൂടെ ചേർന്ന് എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനം എന്ന് പറയുന്നത് സ്ത്രീകൾ വരട്ടെ, സ്ത്രീകൾക്ക് മുൻഗണനയുള്ള ഒരു സ്ഥലം വരട്ടെ എന്നായിരുന്നു. അപ്പൊ സ്ത്രീകള് ഇതിനകത്തേക്ക് വരാൻ വേണ്ടി നിന്നപ്പോ അതിനകത്ത് അവർ കണ്ടെത്തിയത്, അതിനകത്ത് അവർ എന്ന് പറയുന്നത് ഇപ്പൊ മമ്മൂക്കയോ ലാലേട്ടനോ ഒന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു വലിയ വിഭാഗം BJPയുമായി അടുത്ത് നിൽക്കുന്ന ഒരു വിഭാഗം AMMയിൽ ഇപ്പോഴും ഉണ്ട്, എല്ലാ സംഘടനകളും ഉണ്ട്. അവർ ശ്വേതയെ മനഃപൂർവ്വം അതിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നു. ശ്വേതയും ലക്ഷ്മിപ്രിയൊക്കെ അടക്കമുള്ള ആളുകൾ അതിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ അവർ BJPക്ക് വേണ്ടി 2020 വഴി ആദ്യം ഒരു ഡീൽ ഉണ്ടാക്കി. അതാരും പറഞ്ഞു കേട്ടില്ല. ഈ 2020 വഴി ഡീൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഡയറക്റ്റ് ആയിട്ട് BJPയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് 2020 വഴി ഞൊഴഞ്ഞു കയറിയത്. അങ്ങനെ 5-6 സ്ഥലത്ത് സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തി തോറ്റ് നാണം കെട്ട നാമവിശേഷമായി ഇനി പറയാനൊന്നും ജനമില്ല, ആ രീതിയിലേക്ക് അവര് സംഘടന ഒരു ചാരിറ്റബിൾ സംഘടനയാണ്, ചാരിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ്. അപ്പോൾ അവിടെ സാമ്പത്തികമായിട്ട് ചില പല ആളുകളിൽ നിന്നും സഹായങ്ങൾ ഒരുപക്ഷെ തേടും. അപ്പൊ അങ്ങനെയുള്ള വഴികളല്ല ഇവര് തേടുന്നത് എന്നാണ് ഇപ്പോൾ അദാനിയിൽ നിന്നും പണം സ്വരൂപിക്കാൻ വേണ്ടി ശ്രമം നടത്തിയെന്ന് ആരോപണം ഉയർത്തുന്നു. ഈ മറുപക്ഷം BJPയിൽ നിന്ന് 2 കോടി ശ്വേതയ്ക്ക് എത്തി എന്നൊക്കെ പറയുമ്പോൾ അതൊരു ചാരിറ്റിക്ക് വേണ്ടി അവർക്ക് ആരുടെയും കയ്യിൽ നിന്നും സ്വീകരിക്കാമെന്നുള്ളതാണോ? അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് തേടാം ആരിൽ നിന്നൊക്കെ, അതിനപ്പുറത്തേക്ക് മറ്റെങ്കിലും അജണ്ടകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ബൈജു പറയുന്നത്? തീർച്ചയായും 101% അതിന്റെ ഉണ്ട്. അതായത് ചാരിറ്റിക്ക് വേണ്ടിയൊന്നും അല്ല അവര് കൊടുത്തിരിക്കുന്നതാണ് എന്റെ വിശ്വാസം. കാരണം ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കാം, CSR ഫണ്ട് ഉണ്ടെങ്കിൽ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. ഇപ്പൊ സാബു ജേക്കബൊക്കെ പിന്നെ കിറ്റക്സിന്റെ പേരിൽ CSR ഫണ്ട് കൊടുക്കാറുണ്ട്. KP യോഹന്നാൻ അമേരിക്കയിൽ നിന്ന് വരെ കോടിക്കണക്കിന് ഡോളറുകളാണ് ഇവിടെ അവരുടെ ചാരിറ്റിക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മേടിക്കുന്നത്. പക്ഷെ ഇതെല്ലാം ചാരിറ്റിക്കാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്നുള്ളത് അതിനുള്ള മറുപടി ഉള്ളൂ. ഇതൊക്കെ അവരവരുടെ സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം കാര്യങ്ങൾക്കും ഇഷ്ടക്കാർക്കും ഒക്കെ വേണ്ടി കൊടുക്കുന്ന പണമാണ്. പക്ഷേ AMMയെ പോലൊരു സംഘടന, ആ സംഘടനയിലേക്ക് 1 രൂപയെങ്കിലും വന്നാൽ അത് തീർച്ചയായും അതിന്റെ കമ്മിറ്റി അംഗങ്ങൾ അറിയണം, അല്ലെങ്കിൽ അതിന്റെ ജനറൽ ബോഡി അറിയണം. എന്തിനാണ് ഈ പണം തന്നത്, ആരുടെ കയ്യിൽ നിന്നാണ് ഈ പണം തന്നത്, അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് അറിയണം. പക്ഷേ ഈ ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ അദാനി ഗ്രൂപ്പ് കൊടുക്കുമ്പോൾ ഇത് CSR ഫണ്ട് അല്ല കൊടുത്തത്, അവരുടെ പേഴ്സണൽ മണി ആണെങ്കിൽ അത് തീർച്ചയായും അത് കുറ്റകരം തന്നെയാണ്. ആ കുറ്റകരമായ ആ ഏർപ്പാട് സംഘടനയിലുള്ള എല്ലാ ആളുകളും തലയിൽ ചുമക്കേണ്ടി വരും. അതുകൊണ്ടാണ് അത് കുറ്റകരമാണെന്ന് തന്നെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ശ്വേതാ മേനോൻ ഇത്രയും കാലം ഇത് പുറത്തു പറയാതിരുന്നത്? ഇത് ഈ പത്മജ മേനോൻ വന്ന് പുറത്തു പറഞ്ഞപ്പോഴല്ലേ ഇത് വിവരം പുറത്തറിഞ്ഞത്? അതിനെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുമ്പോഴും എതിർസ്വരം ഉയർത്തുന്ന ആളുകളുടെ സംസാരിക്കുമ്പോഴും ഒരുപക്ഷെ സ്വാഭാവികമായും ഒരാൾക്കെതിരെ വളഞ്ഞിട്ട് ആക്രമിക്കാം ആർക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് അതല്ല, ഓഡിറ്റ് ചെയ്യപ്പെടണം, പണമാണ്, വരുന്ന പണത്തിന് കണക്ക് വേണം. ആ കണക്ക് കൃത്യമായി നൽകാൻ ഈ പ്രസിഡന്റിന്, നിലവിൽ ഇപ്പോഴും നമുക്ക് പ്രസിഡന്റ് എന്ന് പറയേണ്ടി വരും, ഇപ്പോൾ സംരക്ഷണം കിട്ടുന്ന ഒരു സ്ഥിതിക്ക് നിയമപരമായിട്ട് നോക്കുമ്പോൾ പ്രസിഡന്റ് എന്ന് അവർ അവകാശപ്പെടുന്ന പോലെ നമുക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്വേതയ്ക്ക് കഴിയാതെ പോകുന്നു എന്ന് പറയുമ്പോൾ വലിയ വെട്ടിപ്പും പണത്തിന്റെ ചോർച്ചയും അവിടെ ഉണ്ടായിട്ടുണ്ടോ, സംഭവിച്ചിട്ടുണ്ടോ? സംഭവിച്ചു കാണണം. സംഭവിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് കണക്ക് അവതരിപ്പിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുന്നു? 2 കോടി രൂപ അവർ അഡ്വാൻസ് കൊടുത്തെങ്കിൽ ആ 2 കോടി രൂപയും പിന്നെ ഒരു 70 ലക്ഷം രൂപയുടെ വേറൊരു കണക്കുണ്ട്, അത് കൊടുത്ത് ആരാന്നറിയോ? ദല്ലാൾ നന്ദകുമാർ. ഈ ദല്ലാൾ നന്ദകുമാർ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അയാൾ കൊടുത്ത 70 ലക്ഷം രൂപ AMMയ്ക്ക് അയാൾ തുറന്നു പറയുകയും ചെയ്തു, ചാനൽ തുറന്നു പറഞ്ഞു.
AMMയുടെ പ്രോഗ്രാം നടത്താൻ വേണ്ടി അവിടെ ബാക്ക് ഡ്രോപ്പില് ഒരു അമ്പലത്തിന്റെ പരസ്യം കൊടുക്കുമെന്നാണ് പറഞ്ഞത്. 10,000-2,000 രൂപ ആളുകൾ വരുന്ന ഒരു അമ്പലത്തിന്റെ ആ സ്ഥലത്ത് ഒരു അമ്പലത്തിന്റെ പരസ്യം കൊടുക്കാൻ 70 ലക്ഷം രൂപയോ? പ്രജേഷ് അറിയാമല്ലോ, ചാനലുകളിലൊക്കെ 10 സെക്കൻഡ് പരസ്യം ഇടുന്നതിന് എത്ര രൂപയോ കിട്ടുന്നതെന്നുള്ളത്. ഇത് 70 ലക്ഷം രൂപയാണ് ആ ഒരു ബാക്ക് ഡ്രോപ്പിന് വേണ്ടിയിട്ട് ഇവരുടെ മീറ്റിങ്ങിന് കൊടുത്തത്. അത് നിലനിന്നു പറഞ്ഞ വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഒരുപാടുണ്ടാവും. കാരണം ഇവരെ കൊണ്ട് അമ്പലങ്ങളിൽ പോയി പ്രോഗ്രാം അവതരിപ്പിക്കാം, അല്ലെങ്കിൽ AMM എന്ന് പറയുന്ന സംഘടന അമ്പലങ്ങൾ വഴി ഒരുപാട് താരങ്ങളെയൊക്കെ കൊണ്ടുപോയിട്ട് ആളിനെ കൂട്ടാം. അങ്ങനെ അവർ ചിലപ്പോൾ പാർട്ടി വളർത്താനുള്ള ഒരു ശ്രമം അതുവഴി നടത്താം. ഇതൊക്കെ ഇതിന് തുടക്കമായിരുന്നു. ഈ പണത്തിന് 1 രൂപയെങ്കിലും ആരുടെ കയ്യിൽ നിന്നെങ്കിലും വാങ്ങിയാൽ അത് ഒരു സംഘടന എന്നുള്ള നിലയിൽ തീർച്ചയായും, ഞാനും 10-18 വർഷമായിട്ട് മൈക്രോ പട്ടേഴ്സ് സംഘടനയുടെ പ്രസിഡന്റായിട്ട് സെയിൽസ് സെക്രട്ടറി ഇരിക്കുന്ന ആളാണ്. ഈ ഫെഫ്കയൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ എന്റെ ട്രഷറായിട്ടിരുന്നുള്ള ആളാണ്. അപ്പൊ ആ സമയത്തും ഈ പറയുന്ന പോലെ 1 രൂപ ഇവിടെ വന്നാൽ ഏതെങ്കിലും രീതിയിൽ അംഗങ്ങളുടെ പിന്നെ മെമ്പർഷിപ്പ് ഫീയോ അല്ലെന്നുണ്ടെങ്കിൽ ലെവിയോ എന്താണെങ്കിലും ശരി അവിടെ വന്നാൽ അത് ഓഡിറ്റിൽ കാണിച്ചിരിക്കും. കൃത്യമായി ജനറൽ ബോഡിയിൽ ഈ കണക്കുകൾ അവതരിപ്പിച്ചിരിക്കും. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിരിക്കും. അല്ലാതെ ഈ പണം ഒരുമിച്ച് മേടിച്ചിട്ട് അത് വേറെ രീതിയിൽ ചെലവഴിച്ചിട്ട് അവസാനം അത് ഞാൻ കണ്ടില്ലേ, ഞാൻ ഇറങ്ങിപ്പോകും, ഇപ്പൊ ഞാൻ ഇറങ്ങിപ്പോകുന്നില്ല എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ഉടലെടുത്തിരിക്കുന്നു ഇതിനകത്ത്. ഈ ഇടയ്ക്ക് തന്നെ വേറെ സംഭവം നടന്നിരുന്നു. ഈ BJP പാളയത്തിലേക്ക് ഈ സംഘടനയെ, ഈ ഒരു ചാരിറ്റി സംഘടനയെ കൊണ്ട് കെട്ടാൻ ശ്വേതയുടെ ഭാഗത്തു നിന്നും ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടോ? ഇതിപ്പോൾ ബൈജു കൊട്ടാരക്കര പറയുന്നു, മറ്റു വാർത്താ സമ്മേളനം നടത്തുന്ന ഉഷ ഹസീന ഉൾപ്പെടെ, ഈ അൻസിബ ഉൾപ്പെടെ, മലപാർവതി ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്, താരങ്ങൾ പറയുന്നുണ്ട്. ആ ആരോപണം ശരിവെക്കപ്പെടുന്നുണ്ടോ? നോക്കൂ പ്രജീഷേ, ഒരു കാര്യം ഞാൻ പറയട്ടെ, BJPക്ക് ഇതിനൊന്നും നേരമില്ല. ഒന്നാമത്തെ കാര്യം നോക്കൂ, ഇവിടെ നസീർ സാർ വരെ തെരഞ്ഞെടുപ്പിൽ നിന്ന് തോറ്റൊരു സ്ഥലമാണ്. നമുക്കിവിടെ കുറച്ച് പേരുണ്ട്, നമുക്കറിയാം. ഒരു ഗണേശനുണ്ട്, ഒരു സുരേഷ് ഗോപിയുണ്ട്, ഇപ്പം നമ്മുടെ പിഷാരടി ജയിച്ചു എന്നുള്ളത് കവിഞ്ഞ് താരങ്ങളെ കൊണ്ട് നിർത്തിയാലൊന്നും ഇവിടെ ജനങ്ങളങ്ങ് വോട്ട് ചെയ്യും എന്നൊക്കെ മാലാപാർവതി പറയണമെങ്കിൽ അത് 1-2 കോടി രൂപ. മാലാപാർവതി അറിയുന്നില്ല, ഇന്ന് ഇന്ത്യയിൽ കമ്മ്യൂണിസം ഇല്ല. ഇതുപോലെ പുളുകൾ പറഞ്ഞ് കമ്മ്യൂണിസം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ വിഡ്ഢികളല്ല, പഴയ കാലമല്ല. ഇന്ന് സോഷ്യൽ മീഡിയയും നമ്മുടെ വിരൽത്തുമ്പിൽ നമുക്ക് വിവരങ്ങൾ അറിയാവുന്നൊരു കാലഘട്ടത്തിൽ 2 കോടി രൂപ ശ്വേത മേടിച്ചു. ശ്വേത അവിടുന്ന് ആരെ കൊടുക്കും? മമ്മൂട്ടി CPM ആണെന്ന് എല്ലാവർക്കും അറിയാം. മോഹൻലാൽ ഒന്നിലും നിൽക്കില്ല എന്നും അറിയാം. സുരേഷ് ഗോപി BJP ആണെന്നും അറിയാം. പിന്നെ ജയിക്കത്തക്കൊണ്ട് അവിടുന്ന് ആരെ കൊടുക്കും എന്നാണ് ഇവർ ഉദ്ദേശിച്ചത്? വസ്തുതയില്ലാത്ത ആരോപണങ്ങളാണോ ശ്രീ വിനോദ് ഗിരീത് അങ്ങനെയെങ്കിൽ ഇന്ന് ഉഷ ഹസീന ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്? നോക്കൂ, നോക്കൂ, വായി തോന്നിയത് കോതയ്ക്ക് പാട്ട്, ആർക്കും എന്തും പറയാം. പക്ഷേ ഇത് എവിടെ പറഞ്ഞാൽ ഈ സംഘപരിവാർ, ആരെങ്കിലും എന്ത് പറഞ്ഞാൽ, മഴ പെയ്താൽ സംഘപരിവാർ, വെയിൽ വന്നാൽ സംഘപരിവാർ, അതൊന്നും അല്ലെന്നേ. ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ടോ ഇല്ലെന്നല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സത്യം പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കാത്ത മുരളിയേട്ടൻ, അമ്മ എന്ന് പേരിട്ട മുരളിയേട്ടൻ, MG സോമൻ, TP മാധവൻ മുതലായ ഇതിൻ്റെ സംഘാടകരുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് അവർ തന്നെ പറഞ്ഞതിന് ഈ സംഘടന പിരിച്ചുവിടാൻ. പുരുഷന്മാർ ഭരിച്ചുകൊണ്ടിരുന്നു, രണ്ടാമത് സ്ത്രീകളെ ഏൽപ്പിച്ചപ്പോൾ അതിൻ്റെ പേര് രണ്ടാനമ്മ എന്ന ആക്കണമായിരുന്നു. എങ്കിൽ ഈ പ്രശ്നം, കാരണം എന്നും അടി നടന്നേനെ. ഇത് നോക്കൂ, നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട, ഞാൻ ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ്റെ ഭാരവാഹിയാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞ ബിഹൈൻഡ് ദ സ്ക്രീനാണ്. നിങ്ങൾ താരങ്ങൾ ജനഹൃദയങ്ങളിൽ നിൽക്കുന്നവരാണ്. ഇങ്ങനെ വിഴുപ്പലക്കി നിങ്ങൾ പരസ്പരം നാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണ് അല്ലേ? ആണും പെണ്ണും തമ്മിലും, പെണ്ണും ആണും തമ്മിലും. അങ്ങനെയല്ല. അമ്മയിൽ താരങ്ങളെന്ന് പറയുന്നത് പുരുഷനോ സ്ത്രീയൊന്നോ ഇല്ല. ഇവിടെ ഇഷ്യൂ ഉണ്ടാക്കുന്ന മുഴുവൻ വാൽ നക്ഷത്രങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മിന്നിമായുന്ന ചില നക്ഷത്രങ്ങളാണ് വാൽ നക്ഷത്രങ്ങൾ. അവരാണ് ഇതിനകത്ത് ഇഷ്യൂ മുഴുവൻ ഉണ്ടാക്കുന്നത്. എനിക്ക് ബഹുമാനപ്പെട്ട ഇതിനകത്ത് സൂപ്പർ സ്റ്റാർസ്, അവർക്ക് ഒരിക്കലും ഒരു സംഘടനയിൽ തലപ്പത്ത് വരാൻ പറ്റിയില്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരും കൂടെ ചേർന്ന് എനിക്ക് പറയേണ്ടത്, ഈ വാൽ നക്ഷത്രങ്ങളെ ഇതിൽ നിന്ന് അകറ്റി. എന്തൊരു നാണക്കേടാണല്ലേ? അമ്മ എന്ന് പറയുന്നൊരു വലിയ മരവും അതിലെ ശിഖരങ്ങളുമാണ് മക്കൾ. അമ്മ മരിച്ചാൽ ആ ശിഖരങ്ങൾ കൊഴിയും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്, നമുക്കൊക്കെ അറിയാം. അതാണ് ഇവിടെ അത് ഇവിടെ സംഭവിക്കരുത്. കാരണം എന്നറിയാമോ, താരങ്ങൾ എന്ന് പറയുന്നത് ജനഹൃദയങ്ങൾ. നിങ്ങളെ കാണാനാണ് പ്രേക്ഷകൻ തിയേറ്ററിലെത്തുന്നത്. ഞങ്ങളൊക്കെ റോഡിൽ ഇറങ്ങിയാലും പക്ഷേ ഒരുപക്ഷെ ഇത്ര സിനിമ ചെയ്തവരാണെന്നോ എന്നെ ബൈജുവിനെ അല്ലെങ്കിൽ ആരെയും തിരിച്ചറിയാൻ പോണില്ല. നിങ്ങൾ അങ്ങനെയല്ല, ജനഹൃദയങ്ങൾ. ആ നിങ്ങൾ വിഴുപ്പലക്കുമ്പോൾ മടങ്ങിയെത്താം. ശ്രീ വിനോദ് ഗിരീത്, ഉഷ ഹസീന ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഉഷ ഹസീന, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്വേതാ മേനോൻ ഇട്ടിരിക്കുന്ന FB പോസ്റ്റ് താങ്കളെ ശ്രദ്ധയിൽപ്പെട്ടോ എന്നറിയില്ല. അതിൽ മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള മുതിർന്ന താരങ്ങൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോയിക്കോളൂ, മുറുകെ പിടിച്ച് മുന്നോട്ട് പോയിക്കോളൂ എന്ന പിന്തുണ അറിയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ശ്വേതയ്ക്ക് എനിക്ക് അതേക്കുറിച്ച് അറിയില്ല. ഞാൻ ആ പോസ്റ്റും കണ്ടിട്ടില്ല. ഞാനിപ്പോ എറണാകുളത്തുനിന്ന് ആലപ്പുഴയിലേക്കുള്ള യാത്രയിലാണ്. അതേക്കുറിച്ച് എനിക്കറിയില്ല. ലാലേട്ടൻ തന്നെയാണ് ജനറൽ ബോഡിയിൽ പറഞ്ഞ ജനറൽ ബോഡി എടുക്കുന്ന തീരുമാനത്തിനോടൊപ്പം
ഞാനും നിൽക്കുമെന്ന് ലാലേട്ടൻ പറഞ്ഞു. ഈ സംഘടന തകർക്കാൻ ആര് ശ്രമിച്ചാലും തകരുകയില്ല എന്നും ലാലേട്ടൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്ക് ആ പോസ്റ്റിനെ കുറിച്ച് അറിയില്ല. ഇപ്പോൾ നമുക്ക് പ്രത്യക്ഷമാണ്, ഉഷാ ഹസീനയ്ക്കും വായിക്കാവുന്നതാണ്, അങ്ങനെ പബ്ലിക് ആയിട്ടുള്ള പോസ്റ്റാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകും, അതിനുള്ള ഒരു ഊർജം, ഒരു ബൂസ്റ്റർ ഡോസ് പോലെ എനിക്ക് മുതിർന്ന താരങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. അതായത് ശ്വേത പിന്നോട്ടില്ല എന്നതിന്റെ സ്വരമാണ്. അങ്ങനെ ഒരു പോസ്റ്റ് ലാലേട്ടന്റെ അനുവാദം, ലാലേട്ടനും മമ്മൂക്കായി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. അവരൊരു പോസ്റ്റ് ഇട്ടത് കൊണ്ട് എനിക്കത് പ്രതികരിക്കാൻ പറ്റത്തില്ല. അതിന്റെ സത്യാവസ്ഥ അറിയണമല്ലോ. സത്യാവസ്ഥ അറിഞ്ഞിട്ടേ പ്രതികരിക്കാൻ പറ്റുള്ളൂ ആ വിഷയത്തില്. പിന്നെ ഇപ്പൊ എനിക്ക് മുൻപ് ഇവിടെ സംസാരിച്ച് ഞാൻ വന്നപ്പോ കേട്ടത് വാൽനക്ഷത്രങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. സ്ത്രീകൾ വരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് വാദിച്ചിട്ടുള്ള ആൾക്കാരാണ്. അമ്മയിൽ വാദിച്ചിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അപ്പൊ സ്ത്രീകൾ മുന്നോട്ട് വന്നപ്പോ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തവരുമാണ്. അവിടെ ഇരുന്ന സ്ത്രീകൾ തന്നെയാണ് തമ്മിൽ പ്രശ്നം ഉണ്ടാക്കി മീഡിയ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവേര്, അല്ലാതെ പുറത്തു നിൽക്കുന്ന വാൽനക്ഷത്രങ്ങളല്ല. വാൽനക്ഷത്രങ്ങളെന്നും പറഞ്ഞ് അങ്ങനെ തള്ളിക്കളയരുത്. അത് തെറ്റായ ഒരു അഭിപ്രായമാണ്. അത് പിൻവലിക്കണം. കാരണം ഈ സിനിമയിൽ സൂപ്പർ സ്റ്റാർസ് മാത്രം ഉണ്ടെങ്കിൽ ഒരു സിനിമ പൂർണ്ണമാകത്തില്ലല്ലോ. ഒരു സംഘടനയാണെങ്കിൽ സൂപ്പർ സ്റ്റാർസ് മാത്രം ഉണ്ടെങ്കിൽ പൂർണ്ണമാകത്തില്ല. 4, 5, 6 പേരാണ് സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു 10, 50 പേരായിരിക്കും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന. ബാക്കി എല്ലാവരും ഈ കണ്ട കാലയളവില് സപ്പോർട്ടിംഗ് ആക്ടറും ആക്ട്രസുമായിട്ട് വന്നിട്ടുള്ളവരാണ്. അവരും കൂടെ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സിനിമ പൂർത്തിയാകുന്നത്? സിനിമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം കഴിവുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മാത്രം ഇതുകൊണ്ട് വിജയിക്കുന്ന കാര്യമല്ല. സംവിധായകൻ, നിർമ്മാതാവ്, പിന്നെ അവിടെ ഉള്ള ചായ കൊടുക്കുന്ന പ്രൊഡക്ഷനിൽ ചായ കൊടുക്കുന്ന ആൾക്കാർ വരെ കൂടി ഒരു ക്രൂവിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് തിയേറ്ററിൽ കാണുന്നത്. അപ്പൊ അതിന് വാൽനക്ഷത്രം എന്ന് പറഞ്ഞ തള്ളിക്കളയേണ്ട. വാൽനക്ഷത്രങ്ങളെ പുറത്താക്കണോ? വാൽനക്ഷത്രങ്ങളാണ് അമ്മ സംഘടനയിലുള്ള 400 പേരും. വെറും 100 പേര് മാത്രമേ ഉള്ളൂ മെയിൻ സ്ട്രീമിലുള്ളത്. അതുകൊണ്ട് അതിനോട് ഞാൻ പറഞ്ഞത് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു മനസ്സിലായി. ഇപ്പോൾ റൈറ്റേഴ്സ് യൂണിയന്റെ പ്രതിനിധി കൂടിയാണ്. അപ്പോൾ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളതുമാണ്. സിനിമയിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടർ അഭിനയിച്ചാണ്. ആ ക്യാരക്ടർ ഇല്ലെങ്കിൽ ആ സിനിമയുടെ അവസ്ഥ ഉണ്ടാവുമെന്ന് അദ്ദേഹം തന്നെ പറയണം. അതിന് എന്റെ ഭർത്താവായിട്ട് അഭിനയിച്ച പ്രേംകുമാറും അതിലെ സഹനടനായിട്ട് അഭിനയിച്ച ജഗദീഷ് ശ്രീകുമാറുമാണ് ആ പടത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന പിൻവലിക്കണമെന്നാണ് എനിക്ക് പറയാനുണ്ട്. ഹസീന ഉഷ ഞാനും വളരെ കാലത്തെ ഫ്രണ്ട്ഷിപ്പാണ്. അത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണത്. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് വിചാരിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ. ഞാൻ ഉഷയല്ല ഉദ്ദേശിച്ചത്. അല്ലല്ല എനിക്ക് കാര്യം പറയാം. അല്ലല്ല ഉഷ നോക്കൂ ഉഷ, അതോ അല്ല സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞോട്ടെ. മുൻപോട്ട് വന്നിട്ടില്ല സംഘടനയുടെ. ആ സംഘടനയിൽ ഇപ്പോൾ ഭാരവാഹികളായിട്ടിരിക്കുന്ന ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ലക്ഷ്മിപ്രിയയും അൻസിബ ഹാസനും അവർ ഭാരവാഹികളായിട്ടുള്ള ആൾക്കാർ തമ്മിലുള്ള ചളിവാരി എറിയലാണ് മീഡിയയിലൂടെ പുറത്തേക്ക് വന്നത്. അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത്. അല്ല ഞങ്ങൾ ആരും ഒരു പരാതിയുമായിട്ടോ ഒരു ചളിവാരി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അവരുണ്ടാക്കിയ എന്നാന്ന് പറയാൻ സമ്മതിക്കൂ. ഉഷ വാൽ നക്ഷത്രമാണെന്ന് ഞാൻ പറഞ്ഞോ? ഉഷ വാൽ നക്ഷത്രമല്ല, ഉഷ നക്ഷത്രമാണ്. ഉഷ നക്ഷത്രമാണ്. അതുകൊണ്ടാണല്ലോ എന്റെ കുറെ സിനിമയിൽ അഭിനയിച്ചു എന്ന് ഉഷ പറഞ്ഞല്ലോ. ഉഷ വാൽ നക്ഷത്രമല്ല, നക്ഷത്രം. ഞാൻ പറഞ്ഞത് വാൽ നക്ഷത്രം ഉദ്ദേശിച്ചത് പെട്ടെന്ന് മിന്നിമായിന്ന. നോക്കൂ, നമുക്ക് എപ്പോഴും ഒരു 600 പേരുണ്ടെങ്കിൽ ഈ നമ്മളെ കുത്തിത്തിരിപ്പിക്കാൻ വേണ്ടി കുറെ പേര് കാണുന്നതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ഉഷ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ സ്വയം തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാം. പിന്നെ ഒരു മിനിറ്റ് ഞാൻ മുഴുവൻ പറഞ്ഞോട്ടെ. നോക്കൂ, ഒരു മിനിറ്റ്. ഞാൻ അമ്മയിലെ മെമ്പറല്ല. പക്ഷെ ശ്വേതാ മേനോൻ പറയുന്നത് ഒരു പ്രേക്ഷകൻ എന്നുള്ളതൊക്കെ നമുക്ക് ജെനുവിനായിട്ട് തോന്നിയാൽ എന്നെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. കാരണം അവർ പറയുകയാണ് ഞാൻ ഇതിൽ നിന്ന് പോകുന്നില്ല, എനിക്ക് കണക്ക് കാര്യങ്ങൾ തെളിയിച്ചിട്ട് മാത്രമേ ഞാൻ ഇതിൽ നിന്ന് പോകുമെന്ന് പറയുമ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഞാൻ എന്താ വിശ്വസിക്കേണ്ടത്? അവരാണ് ജെനുവിൻ എന്ന് വിശ്വസിക്കേണ്ടേ? ഇവിടെ നോക്കൂ, ഒരു അല്ലല്ല നോക്കൂ അല്ലല്ല ഉഷ
ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അമ്മയുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ട്രഷറോ ഒപ്പിടാത്ത ഒരു കണക്കുമായിട്ടാണ് വന്നത്. അവര് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് റിപ്പോർട്ടും കണക്കും ഒന്നും ശരിയല്ലാത്തതുകൊണ്ടാണ് അവർക്ക് രാജിവെക്കേണ്ട അവസ്ഥയുണ്ട്. അവര് രാജിവെച്ചില്ലല്ലോ. പ്രാവശ്യം പറഞ്ഞു, മീഡിയയിലും പറഞ്ഞു ഞാൻ രാജിവെച്ചു എന്ന്. പിന്നെ അവരെഴുതി പുറത്ത് എഴുതി കൊടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. അലോ കമ്മിറ്റി പിറ്റേ ദിവസം മുതൽ വന്ന് അവരെ വിളിച്ചിട്ട് അവരെ ഫോൺ എടുക്കാതെ, അവരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലായിരുന്നു. ഓഫീസിൽ വന്ന് വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കാതിരുന്നു. എഴുതി കൊടുക്കണ്ടേ, അല്ലെ മെയിൽ ചെയ്യണ്ടേ? അവർ ചെയ്യാതിരുന്നതല്ലേ. പിന്നെ എന്തിനാണ് അവർ പറഞ്ഞത്? ഇതെല്ലാം ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഞങ്ങളെല്ലാരും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഈ ശ്വേതാ മേനോൻ ഭരിക്കുന്നതിനോ ശ്വേതാ പെണ്ണുങ്ങൾ ഭരിക്കണ്ടെന്നോ അവിടെ ആരും പറഞ്ഞിട്ടില്ല. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത പെണ്ണുങ്ങൾ വരണമെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ. എന്നിട്ട് അവർ വന്നതിന് ശേഷം അവരെ ആരെങ്കിലും ഇന്റർഫിയൻസ് ആരെങ്കിലും ചെല്ലുന്നു, നിങ്ങൾ അങ്ങനെ വരിക്കൂ ഇങ്ങനെ വരിക്കൂന്ന് അവർ തന്നെയല്ലേ പ്രശ്നം ഉണ്ടാക്കിയത് അവിടെ. അവർ തന്നെയല്ലേ അമ്മ സംഘടനയെ നാണക്കേടിന്റെ അന്ന് അറ്റത്തേക്ക് കൊണ്ടുപോയത്. ചെലവാരി എന്തെല്ലാം കഥകളാണ് അവിടെ നിന്ന് വന്നത് പുറത്തേക്ക്. പിന്നെ വിനുവിന് അറിയല്ലോ എന്തെല്ലാം കഥകളാണ് വന്നത്. മീഡിയയിലൂടെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ നമ്മളിപ്പോ സംസാരിക്കുന്ന മീഡിയ ഉൾപ്പെടെ പിന്നെ ഏറിയുടെ കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ എല്ലാവരും അറിയുന്നത്. എന്തെല്ലാം ഒരു അധോലോകത്ത് നടക്കുന്ന കഥകൾ പോലെയാണ്. സെക്യൂരിറ്റിയെ, ആ സെക്യൂരിറ്റി ഇപ്പൊ എവിടെ? ഒരു സെക്യൂരിറ്റിയെ കൊണ്ട് ഇവരൊരു കഥ ഉണ്ടാക്കി ഒരു കഥ പറയിച്ചല്ലോ. ആ സെക്യൂരിറ്റി എവിടെ? പിന്നീട് ആ സെക്യൂരിറ്റിയെ കുറിച്ച് കേൾക്കുന്നില്ല, അറിയുന്നില്ല. ആ കാര്യങ്ങൾ ഞങ്ങൾ ജനറൽ ബോഡിയിൽ ചോദിച്ചപ്പോ അവർക്ക് ഒരു മറുപടിയില്ല പറയാൻ. മാനേജർ പെൺകുട്ടി എന്തിന് കുക്കു പരമേശ്വരൻ പുറത്താക്കി, അതിന് മറുപടിയില്ല. എന്ത് ഇഷ്യൂ ആണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായത്, അതിന് മറുപടിയില്ല. ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയതാരാണ്? ഇത്രയും വഷളാക്കിയത് അവിടെ ഇരിക്കുന്ന ഭാരവാഹികൾ തന്നെയാണ്. അവരുടെ ഈഗോ, അവരുണ്ടാക്കിയ കഥകള്, പുറത്തേക്ക് വന്ന കഥകള്, ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ ആരാണ്? ഞങ്ങൾ ആരും ചെന്നിട്ട് ഞങ്ങൾ പൂർണ്ണ സപ്പോർട്ടാണ്. ഇവര് ഭരണത്തിലേക്ക് വന്നതിന് ശേഷം അമ്മയിലുള്ള സകല ആൾക്കാരും അവർക്ക് സപ്പോർട്ടാണ് കൊടുത്തത്. അവർ നടത്തിയ കുടുംബ സംഗമത്തിൽ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. അവർ നടത്തിയ ഓരോ പ്രോഗ്രാമിലും ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? പിന്നെ അമ്പലത്തിന്റെ ഒരു വിഷയം അൻസിബ ചൂണ്ടിക്കാണിച്ചു. അൻസിബയ്ക്കെതിരെ പരാതിയായി. ഈ കാലം അത്രയും നമ്മളെന്ത് പിന്നെ മൈജി പോലുള്ള കമ്പനികളാണ് അവിടെ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. മമ്മൂക്കായി ലാലേട്ടനും സത്യം പറയാലോ അവരെ വിറ്റിട്ടാണ് അവര് നിന്നാണ് ഈ പാവപ്പെട്ട ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നിന്നാണ്. അവരെ ഓരോ സ്റ്റേജ് പ്രോഗ്രാമും ചെയ്ത് ഓരോ സ്പോൺസേഴ്സിനെയും കൊണ്ടുവന്ന് ഇതിനു മുമ്പ് ഇരുന്ന ഭരണാധികാരികൾ എല്ലാവരും അങ്ങനെ ചെയ്തിട്ടാണ് ഫണ്ട് ഉണ്ടാക്കിയത്. തോന്നിയതുപോലെ ഉള്ള കാര്യങ്ങളാണ് നടന്നത്. വിനുകിരത്തെ മറുപടി അവസാനമായി. അല്ല, ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. ഉഷ ഇപ്പൊ പറഞ്ഞു അവിടെ ഇരിക്കുന്ന ഭാരവാഹികൾ തന്നെ എന്ന് പറഞ്ഞു. ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ, വാൽ നക്ഷത്രം, അല്ല നിങ്ങളെ ആരെയല്ല. കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതെല്ലാം വാൽ നക്ഷത്രങ്ങളെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. വളരെയധികം നന്ദി. തിരക്കിനിടയിൽ നിന്നാണ് താങ്കൾ പ്രതികരിച്ചത്. മായ വിശ്വനാഥ്, താങ്കൾ ഉൾപ്പെടെയാണ് ഇന്നിപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിലൂടെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അവിടെ ഇപ്പോൾ ഈ 2 കോടി രൂപ BJP യിൽ നിന്നും കൈപ്പറ്റുന്ന രീതിയിലേക്ക് സാഹചര്യം കൊണ്ടുപോയത് അവിടെ ശ്വേതാ മേനോനാണ് എന്ന് പറയുന്നു. പിന്നീട് 15 കോടി അദാനി നിന്ന് അവിടെ നിന്നുള്ള ഒരു ഓപ്പറേഷൻ നടത്തി, ഒരു പ്ലാൻ നടത്തി എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. മായ വിശ്വനാഥ്, ഞാൻ പറഞ്ഞെന്ന് താങ്കൾ കേട്ടോ? ഞാനാണത് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് താങ്കൾ കേട്ടോ? അത് ഞാനല്ല പറഞ്ഞത്. 4 പേര് അവിടെ വന്നിരുന്നു. 4 പേരുടെ അല്ലല്ല, ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കട്ടെ. 4 പേരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു 2 കോടി രൂപ വാങ്ങിച്ചെന്നും ഞാൻ പറഞ്ഞു അദാനിയുടെ നിന്ന് വാങ്ങിച്ചെന്ന് മായ വിശ്വനാഥ് എന്ന് പറയുന്ന ഞാനെന്ന് പറയുന്ന വ്യക്തി പറയണ താങ്കൾ കേട്ടോ? അറിയാത്ത കാര്യങ്ങൾ എന്നോട് ചോദിക്കല്ലേ. ഒരുമിച്ച് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇപ്പൊ താങ്കൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് പോകുന്നു, താങ്കൾ പറയാത്ത അല്ല ഒരു മിനിറ്റ് താങ്കൾ പറയാത്ത കാര്യങ്ങൾ താങ്കളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോ താങ്കൾ എന്താ കേട്ടോണ്ടിരിക്കുമോ? താങ്കളോട് ചോദിക്കുന്നത് ആ 4 നിങ്ങൾ ഒരുമിച്ച് വാർത്താ സമ്മേളനം അത് ഞാൻ പിൻവലിക്കുന്നു, അങ്ങനെ കൊണ്ട് താങ്കളെ പറഞ്ഞതല്ല എന്ന് പിൻവലിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു തോന്നൽ താങ്കൾക്കുണ്ടോ? ആ 4 പേര് നിങ്ങൾ ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അങ്ങനെ ഒരാൾ ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തുന്ന ഞാനൊരു കാര്യം പറയട്ടെ. അല്ലല്ല, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ അവിടെയും പറഞ്ഞത്, ഇപ്പൊ ഇവിടെയും പറയുന്നത്. ഇതൊക്കെ കാണുന്നത് നിങ്ങളെപ്പോലെ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന ന്യൂസുകളാണ്.
ഞാൻ പറഞ്ഞത് ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആ ഇടത്തു നിന്നും വന്ന ഒരു വാർത്തയാണ് അല്ലെങ്കിൽ ഒരു ആരോപണമാണ്. ആ ആരോപണത്തെ മായാ വിശ്വനാഥ് ഓൺ ചെയ്യുന്നുണ്ടോ? സമ്മേളനം വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കാം, ഈ ആരോപണത്തെ മായാ വിശ്വനാഥ് ഓൺ ചെയ്യുന്നുണ്ടോ? ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ ഒരിക്കലും അഭിപ്രായമായി ചോദിക്കുകയാണ്. ഞാൻ അറിയാത്ത ഒരു കാര്യം. അപ്പോൾ അത് ശരിയല്ലല്ലേ? അപ്പോൾ ആരോപണം ശരിയല്ല. അഭിപ്രായം തന്നെ ഞാൻ ഇപ്പോഴും പറയണേ. ഞാൻ പറയാത്ത കാര്യങ്ങൾ അല്ലല്ല, ആരോപണമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്ക് ഇവിടെ ഏതാണ് ആരോപണങ്ങൾ ഇല്ലാത്തത്? പല ആരോപണങ്ങൾ ഇവിടെ ശരിയായി വരുന്നില്ലേ? പിന്നെ നിങ്ങൾ തന്നെയാണ് അത് പറയുന്നുണ്ട് അത് ശരിയായിരുന്നു. ഈ ഭരണസമിതിയിലും ഈ 17 പേരില് അൻസിബയാണല്ലോ ആദ്യം രാജിവെച്ചത്. ഇവർ തമ്മിൽ അച്ചടക്കം എന്നൊരു സാധനമില്ല, പരസ്പര വിശ്വാസമില്ല, പരസ്പര ബഹുമാനമില്ല, പരസ്പര സ്നേഹമില്ല. തമ്മിൽ ചെളിവാരി എറിയലാണ് അവിടെ നടക്കുന്നത്. കാരണം ഒരു സ്ത്രീ പ്രസിഡന്റായിട്ട് ഇരിക്കുമ്പോൾ 2 സ്ത്രീകൾക്ക് അവിടെ വളരെ മോശമായ വ്യക്തിഹത്യ വന്നപ്പോൾ അവരെ ചേർത്ത് പിടിക്കാതെ ഇരുത്തേണ്ടടുത്ത് ഈ പറഞ്ഞ ആൾക്കാരെ അവിടെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആരും ഇതിൻ്റെ മുന്നിൽ വരില്ലായിരുന്നു. ആണോ അല്ലയോ? ഇത് എത്ര പ്രാവശ്യം ഞാൻ പ്രസിഡന്റായിട്ട് സംസാരിച്ചിട്ടുണ്ട്? എത്ര പ്രാവശ്യമാണ്? ആ ഫെബ്രുവരി 18-ാം തീയതി ഒരു ഓഡിയോ പുറത്തു പോയിട്ടുണ്ട്. ഓഡിയോ എങ്ങനെ പുറത്തു പോയിരിക്കുന്നത്? ആ ഓഡിയോ പുറത്തു പോയപ്പോൾ എന്തുകൊണ്ടാണ് അവരെ അവിടെ നിലയ്ക്ക് നിർത്താതെ ആ നീന കുറുപ്പ് എന്ന് പറയുന്ന വ്യക്തിയും അൻസിബ എന്ന് പറയുന്ന വ്യക്തി എത്രമാത്രമാണ് ട്രോമയിൽ പോയത്? നമ്മുടെ വീടുകളിൽ ഇങ്ങനൊരു വ്യക്തി ഉണ്ടെങ്കിൽ ഇപ്പൊ താങ്കൾക്ക് തന്നെ അടിച്ചേൽപ്പിച്ച് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ വരുമ്പോൾ താങ്കൾ എന്താ ചെയ്യുന്നത്? ചിരിച്ചോണ്ട് നിൽക്കുമോ? ഇല്ലല്ലോ, നമ്മൾ ചേർത്തല്ലേ പിടിക്കുള്ളൂ. എന്തുകൊണ്ടാണ് അവിടെ സെക്രട്ടറിയും പ്രസിഡന്റും ഇതിനൊരു നിയമം അല്ലെങ്കിൽ ഒരു നീതി നടപ്പാക്കാത്തത്? അതാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾക്കൊക്കെ എന്ത് നീതിയാണ് കിട്ടുന്നത്? ഒന്ന് പറയൂ. കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിന് നീതി കൊടുത്തിരിക്കുന്ന അവിടുത്തെ ട്രഷറിന് 3 മാസം ലീവ് എടുത്ത് പോകാൻ പറഞ്ഞിരിക്കുന്നു. സെക്രട്ടറി പുറത്താക്കുന്നു, പ്രസിഡന്റ് എടുക്കുന്നു. ഇതെന്താണ്? അപ്പൊ ഇത് ഈഗോ, സുപ്പീരിറ്റി ഈഗോയാണ്. ഒരു മേശയുടെ അപ്പുറം ഇപ്പുറം തീർക്കേണ്ട പ്രശ്നങ്ങളെ നടു റോഡിൽ കൊണ്ടുവന്ന് വലിച്ചഴച്ചത് ആരാണ്? ഞാനാണോ? അത് ബാക്കിയുള്ള അംഗങ്ങളാണോ? അല്ലല്ലോ. കാര്യത്തിൽ മായ വിശ്വനാഥ് ഇപ്പോൾ ശ്വേതാമേനൻ്റെതായിട്ട് വന്ന ഒരു FB പോസ്റ്റിൽ അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ ഞാൻ വായിക്കും. അതിൽ രത്നചുരുക്കം ഇത്രയേ ഉള്ളൂ. ആകെ ഉള്ള അതിൻ്റെ ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ. അതായത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പിന്തുണ തനിക്കുണ്ട്, മുന്നോട്ട് പോകാൻ പറഞ്ഞു, ആവശ്യപ്പെട്ടു എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ താരങ്ങളുടെയും വലിയ താരങ്ങളുടെ, കാരണം ഇതിൻ്റെ സംഘടന രൂപീകരിച്ച തൊട്ടുള്ള താരങ്ങൾ ഇപ്പോഴുമുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതിൽ ഇടപെട്ടില്ല എന്ന ഒരു പരിഭവമുണ്ടോ? അതോ ഇവരൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു, ഒരു പിന്തുണ ഉണ്ട് എന്നിപ്പോൾ ശ്വേതാമേനോൻ, അതായത് നിലവിലും പ്രസിഡന്റ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ശ്വേതാമേനോൻ തനിക്കൊരു കുറച്ചുകൂടി ഊർജം കിട്ടുന്നു എന്ന രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അതിലെന്താണ് മായ വിശ്വനാഥിന്റെ നിലപാട്? ഞാൻ അറിഞ്ഞിട്ടില്ല. ലാലേട്ടനും മമ്മൂക്കയും പറയണത് ഞാൻ കേട്ടിട്ടില്ല. പോസ്റ്റ് അത് ആർക്ക് വേണമെങ്കിലും പോസ്റ്റ് ഉണ്ടാക്കാം. ശ്വേത ചേച്ചി എന്തൊക്കെ പോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന? മായാ വിശ്വനാഥും മാലാ പാർവതിയും അശ്ലീലം പറഞ്ഞു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇറക്കിയല്ലോ. എന്താണ് അശ്ലീലം? അവിടെ വുമൺ കാർഡ് ഇറക്കിയതിനെ പറ്റില്ല എന്ന് പറഞ്ഞതാണോ ഒരു അശ്ലീലം വാക്ക് വരുന്നത്? ആണോ? അപ്പം അതൊരു പോസ്റ്റ് അല്ലായിരുന്നോ? ഇതൊരു പോസ്റ്റ് മാത്രമാണ്. ലാലേട്ടനോ മമ്മൂക്കയെ പറഞ്ഞ് ഞങ്ങളാരും കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് കേട്ട കാര്യമോ കണ്ട കാര്യമോ പറയാൻ പറ്റുള്ളൂ. ഒരു പലർക്കും പോസ്റ്റ് എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് നാളെ വേണമെങ്കിൽ പറയാം മമ്മൂക്കയെ ലാലേട്ടനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു പോസ്റ്റ് ഇടാം. അത് ശരിയാവണമെന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഞാൻ അറിയാത്ത കാര്യം എനിക്ക് മമ്മൂക്കയെടുത്തോ ലാലേട്ടനോ അത് ഓപ്പണായിട്ട് വന്ന് അവർ പറയട്ടെ. ഞങ്ങൾ ശ്വേതാമേനന് ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. അവർ പറയാത്ത കാലത്തോളം ഒരു പോസ്റ്റ് കണ്ടിട്ട് വിശ്വസിക്കാനുള്ള ഒരു ആളല്ല ഞാൻ. സോറി, ആൻഡ് നോ കമൻസ്. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇപ്പോൾ ഇത് നോക്കൂ, ഈ അമ്മയുടെ ഒരവസ്ഥ, അമ്മ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് വനിതാ നേതൃത്വം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പഴയ സംഘടന മാറി നിൽക്കുന്നു. ഒരു അഡ്വക്കേറ്റ് കമ്മിറ്റി അവിടെ ഉണ്ടാകുന്നു. പിന്നീട് പുതിയ സംഘടന വരുമ്പോൾ എല്ലാവരും കൈയടിച്ചു. എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകൾ, സിനിമയ്ക്ക് അപ്പുറത്തേക്കുള്ള മേഖലയിൽ നിന്ന് എല്ലാവരും കൈയടിച്ചു. പക്ഷേ ഈ ഒരു സംഘടനയ്ക്ക് ഒരു പുഴുക്കുത്ത് രൂപപ്പെടുന്നു എന്ന് തോന്നിയ ഘട്ടം മുതൽ തിരുത്തേണ്ട ആളുകൾ തിരുത്തിയില്ല എന്ന ഒരു വിമർശനം താങ്കൾക്കുണ്ടോ? ഇത്രമേലിനെ തെരുവിലേക്ക് എത്തിച്ച് വഷളാക്കിയതിന് ഉത്തരവാദി ആരാണ്? നേരത്തെ ചോദിച്ചതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വന്നത് പലയിടങ്ങളിൽ നിന്നും ഈ പണം സ്വരൂപിക്കുകയാണെങ്കിൽ അതൊരു തെറ്റായ സന്ദേശമാണ്. നേരത്തെ ഉഷാ ഹസീന അടക്കം പറഞ്ഞുവല്ലോ, പണം സ്വരൂപിക്കാൻ ഒരുപാട് അമ്മയുമായി കോൺട്രാക്റ്റ് ഉള്ള ആളുകളുണ്ട്. അവരുമായി ഒരു വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. കാരണം ചാരിറ്റിയാണ്.
അപ്പോൾ ഇത് തോന്നിയതുപോലെ പണം സ്വരൂപിക്കുന്ന രീതിയിലേക്ക് ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം എവിടെയാണ് ശ്രീ ബൈജു കൊട്ടാരക്കര? ഒപ്പം ഞാൻ നേരത്തെ ചോദിച്ച പോലെ താരങ്ങളുടെ റോള് കൂടി. തീർച്ചയായിട്ടും ഇതിനകത്ത് ആദ്യം തന്നെ പറയേണ്ടത്, ഇതിനകത്ത് കമ്മിറ്റിയിലുണ്ടായിരുന്ന ജോയി മാത്യു ഉണ്ട്, നടൻ ജോയി മാത്യു. ജോയി മാത്യു വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു. വിവരമില്ലായ്മയും പിടിപ്പുകേടും ഈ പരസ്പരം ഈ തൊഴുത്തിക്കുത്തും ഒക്കെ ആയിട്ടിരിക്കുന്ന ആളുകളുടെ ഞാനില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം രാജി കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. സത്യസന്ധമായി പറഞ്ഞൊരു വാചകമാണ് ശ്രീ ജോയി മാത്യു അത്. കാരണം ഇവരുടെയൊക്കെ ഈ വാക്കുകളും പ്രവൃത്തികളും കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇനിയിപ്പോ താങ്കൾ പറഞ്ഞതിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഈ പണം സ്വരൂപിക്കുന്നതിനെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ. ഈ പണം സ്വരൂപിക്കുന്നത് അത് കണക്കുകൾ കൃത്യമല്ലെങ്കിൽ, പ്രത്യേകിച്ചും ഒരു സംഘടനയിൽ അതിനകത്ത് വരുന്ന ഒരു പൈസയുടെയെങ്കിലും കണക്കിന് പിന്നെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഏതൊരു അംഗത്തിനും അത് എഴുന്നേറ്റ് എന്ന് ചോദിക്കാം. ആ അംഗത്തിന് മറുപടി കൊടുക്കേണ്ടത് അവരുടെ കടമയാണ്. എന്തുകൊണ്ട് അത് ചെയ്തില്ല? ഈ ട്രഷറെ 3 മാസത്തേക്ക് അവരവിടുന്ന് അവധി കൊടുത്തു വിട്ടതിന്റെ കാര്യം എന്താണ്? ഉണ്ണി ശോഭാൽ എന്താണ് വേറെ വിദേശത്ത് എവിടെയും ആണോ? എങ്ങും അല്ലല്ലോ, കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് ഈ 3 മാസം? അതായത് പ്രസവാവധിയാണോ പിന്നെ ഉണ്ണി ശോഭാലിന്? അങ്ങനെ 3 മാസത്തേക്ക് അവധി കൊടുത്തുവിടെ? അതൊന്നും അല്ലല്ലോ. അപ്പോ അത് ഒന്ന്. 2, ഈ പിന്നെ കണക്കുകൾ ഓഡിറ്റ് ചെയ്തിട്ടില്ല. ഈ ഓഡിറ്റ് ചെയ്യാത്ത കണക്കുകളാണ് കാണിക്കുന്നതെന്ന് പറയുന്നു. അതിനെ ചില ആളുകൾ ചോദ്യം ചെയ്തു. ഇതിന്റെയൊക്കെ തുടക്കം അൻസബാ ഹസൻ ഇത് ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചപ്പോ അവർക്കെതിരെ വ്യക്തിഹത്യ നടത്തി. ആ വ്യക്തിഹത്യയില് ഈ AMMയുടെ നേതൃത്വം അവരെ കൂടെ നിർത്തുന്നതിന് പകരം അവരെ കൊണ്ട് ചെളിവാരി എറിയാൻ വേണ്ടി ശ്രമിച്ചു. അവിടെ നിന്നാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം തുടക്കം. നേട്ടം തുടങ്ങി ഇങ്ങോട്ടും പ്രശ്നങ്ങളായി പൊതുസമൂഹത്തിൽ ഇത് ഒരു നാറിയ കേസായിട്ട് മാറി. ഇപ്പൊ AMMയുടെ പേര് പറയുന്നത് പോലും നാണക്കേടായ ഒരു രീതിയിലാണ് ചിലപ്പോൾ ചില താരങ്ങൾ പോലും കാണുന്നത്. അങ്ങനെ ആയിപ്പോയി. കാരണം ചിലർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച, ചിലർക്ക് വേണ്ടി മാത്രം പുട്ടടിച്ച് സൂചിക്കാനൊക്കെ ഉള്ള ഒരു സ്ഥാപനമായിട്ട് മാറുന്ന രീതിയിലുള്ള ഒരു പ്രസ്ഥാനമായി മാറിയോ എന്നാണ് ചില താരങ്ങൾ പോലും ഇപ്പൊ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അവരാരും ഇടപെടാതിരിക്കും. ഇപ്പൊ മമ്മൂക്കയ്ക്കോ മോഹൻലാലിനോ ഒന്നും ഇതിനകത്ത് ഇടപെട്ടിട്ട് അവർക്ക് സിനിമയും കിട്ടണ്ട, അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു കാര്യത്തിനുള്ള ആവശ്യവുമില്ല. പക്ഷെ അവരൊക്കെ ഇതിനകത്ത് നിൽക്കുന്നത് ഒരു സംഘടനയാണല്ലോ, അഭിനേതാക്കളെല്ലാം ഒരുമിച്ച് നിൽക്കണമല്ലോ എന്നുള്ള രീതിയിലായിരിക്കാം. പണ്ട് പോലെ മുരളിച്ചേട്ടനും അതേപോലെ ഇന്നസെന്റ് ഏട്ടനും ഒക്കെ ഇരുന്ന സമയത്ത്, ഈവൻ ഇടവേള ബാബു പോലും അവർക്ക് ഉള്ള സമയത്തൊക്കെ വളരെ മനോഹരമായിട്ട് പൊക്കൊണ്ടിരുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന നശിച്ചു പോകണമെന്നും ആർക്കും ആഗ്രഹമൊന്നുമില്ല. അവിടെ ഒരുപാട് പേർക്ക് ഈ പെൻഷനും പദ്ധതികളെല്ലാം കൊടുക്കുന്നുമുണ്ട്. ഒരുപാട് പേർക്ക് അത് വളരെ ആശ്രയവുമാണ് ഈ സംഘടന. പക്ഷേ ഇതിലെ കാര്യങ്ങളൊക്കെ സുതാര്യമായിരിക്കണ്ടേ? ഈ സുതാര്യമല്ലാതെ ഈ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ മുറവിളി കൂട്ടി അങ്ങനെ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോ ഈ വീട്ടിലൊക്കെ നടക്കുന്ന അമ്മായിയമ്മ മരുമകൾ പോരിനെക്കാട്ടിലും കഷ്ടമായിട്ട് വന്നു അവിടുത്തെ കാര്യങ്ങൾ. തറ ലെവലിൽ തീർച്ചയായും അങ്ങ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ പോകുമ്പോൾ മുതിർന്ന താരങ്ങൾ സംസാരിക്കാൻ പോകുന്നത് സത്യം പറയാൻ നടക്കാത്ത തീർച്ചയായും